ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ തുടർ മൂവിനെ കുറിച്ചുണ്ടോ. വേറൊന്നല്ല, തുടർ മൂവി ഞാൻ പോയി കണ്ടു. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ മൂവി. ലാലേട്ടൻ്റെ പ്രതിഭയെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഏത് സംവിധായകൻ വന്നാലും ലാലേട്ടൻ അതിനനുസരിച്ചുള്ള ഇത് പുറത്തെടുക്കുന്നുള്ളതിന് ഉറപ്പാണ് ഈ ഒരു പടം. തുറന്നു പറയാം, ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. നമ്മുടെ പണ്ടാണെങ്കിലും ഏതാണെങ്കിലും ആ ഒരു കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം വേണ്ട. കാരണം ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയ ഇത്രയും പടങ്ങൾ പൊട്ടിയതിൻ്റെ ഇടയിൽ ഇറങ്ങിയ പടങ്ങളാണ് ദൃശ്യം, നേര് തുടങ്ങിയ പടങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഹിറ്റായി. കാരണം വെച്ചാൽ നല്ല കഴിവുള്ള സംവിധായകരുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ തകർത്താടും, അത് ഉറപ്പ് കേസാണ്. പിന്നെ ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം ട്രെയിലർ കണ്ട് ഞാൻ ട്രെയിലറിൽ കണ്ട രീതിയിലുള്ള ഒരു കഥയും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് സത്യം പറയണം. ഞാൻ അതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. ഞാൻ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറേ കഥകൾ കണക്കൂട്ടിയായിരുന്നു. പക്ഷെ പടം വന്ന് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ട്രെയിലറായിട്ട് യാതൊരു ഇതും നമുക്ക് തോന്നിയില്ല. അതാണ് ഒരു ഡയറക്ടറുടെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞത്. അത് തന്നെയല്ല, ഇത്രയും ദിവസം തിയേറ്ററിൽ പടം ഇറങ്ങുന്നവരെ അതിൽ മെയിൻ വില്ലനെ കാണിക്കാതിരിക്കുകയും അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു പോസ്റ്റർ പോലും ഇടാതിരിക്കുകയും ചെയ്തതിലൂടെ എന്താണ് ആ പടത്തിൽ അതിൻ്റെ ഒരു ഇത് എൻ്റെ പൊന്നടാവേ ഒരു രക്ഷയിലായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ലൻ. എൻ്റെ പൊന്നോ, നമുക്ക് പോലും തോന്നും ഇവന് എന്നടാവേ ഒന്നും പറയണ്ട. ഹൈക്കൊന്ന് നിങ്ങൾ നേരിട്ട് പോയി കാണും, അതാണ് പറയാനുള്ളത്. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വില്ലൻ എന്ന് പറഞ്ഞത് കേട്ടോ. നായകനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ ഇങ്ങനെ വേണം പടങ്ങളായിക്കഴിഞ്ഞാൽ. നായകനൊപ്പത്തിനൊപ്പം തന്നെ നിൽക്കണം. എന്നാലാണ് നമുക്ക് ആ പടത്തിൽ നിന്ന് നമ്മൾ എന്തായിരിക്കണം അത് കിട്ടണമെങ്കിൽ നായകൻ്റെ ഒപ്പം നിൽക്കണ വില്ലനായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വില്ലൻ ഒരു ഗുണമില്ലെങ്കിൽ നമുക്ക് ആ പടത്തിൽ നിന്ന് ആ ഫീലിങ്സ് കിട്ടില്ല. ഇത്രയും അധികം പടം സൂപ്പർ ആയതിൻ്റെ ആ ലാലേട്ടനൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിവുള്ള വില്ലന്മാരായതുകൊണ്ടാണ് സൂപ്പർ പടം. ഒരു രക്ഷയിലാട്ടോ മക്കളെ, നിങ്ങൾ പോയി കണ്ടോ. പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ കോമഡി കാര്യങ്ങളൊക്കെയാണ് പടം തുടങ്ങണമെങ്കിലും ഒരമണിക്കൂർ കഴിയുമ്പോൾ പടത്തിൻ്റെ അങ്ങോട്ടും ചേഞ്ചിങ് വന്നത് കണ്ടത്. നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് പടം മുഴുവൻ അങ്ങ് ചേഞ്ച് ആവുക. നമ്മൾ ഉദ്ദേശിക്കണോടത്തല്ലേ പടം പോയി നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ പടം പോയി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇതിൻ്റെ അകത്ത് ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്. എൻ്റെ പൊന്നെ, ഞാൻ ഇതിനു മുമ്പ് ഒപ്പം മൂവി ഇറങ്ങിയപ്പോഴാണ് ഇതുപോലെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് തുള്ളി തകർത്തത്. അതേ രീതിയിൽ ഞാൻ അറിയാതെ എഴുന്നേറ്റ് പോയ സീനാണ് ഇതിൻ്റെ അകത്ത് ആ പോലീസ് സ്റ്റേഷൻ സീൻ എന്ന് പറയുന്നത്. എൻ്റെ ആവേ ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു സീനായിപ്പോയി ലാലേട്ടൻ്റെ ഒരു കുളിമുറി സീൻ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നടാവേ ഒരു രക്ഷയില്ല. നിങ്ങൾ പോയി ഈ പടം കണ്ടില്ലെങ്കിൽ, അതും തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നല്ലൊരു സൂപ്പർ മൂവിയാണ്. നിങ്ങൾക്ക് തിയേറ്റർ മിസ്സായി പോകണം കേട്ടോ. എന്തായാലും പോയി കാണുക. അടിപൊളി പടം, സൂപ്പർ പടം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞനുസരിച്ച് നിങ്ങൾ പടം പോയി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അതെല്ലാം കണ്ടവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഒന്ന് പറയണം. ഓക്കെ.